ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് യൂട്യൂബ് ചാനലിലൂടെ അതിജീവിതമാരുടെ പേരും വിവരങ്ങളും വെളിപ്പെടുത്തിയതിനാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറും മുൻ DGPയുമായ ആർ ശ്രീലേഖയ്ക്ക് എതിരെ കേസെടുത്തിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത അതിജീവിതമാരുടെ പേരുവിവരങ്ങളടക്കം വെളിപ്പെടുത്തിയതിനാൽ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ആണ് ചുമത്തിയിട്ടുള്ളത്. പൗരാവകാശ പ്രവർത്തകനായ ആർ ജയചന്ദ്രൻ നൽകിയ പരാതിയിൽ ആണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ പേര് യൂട്യൂബ് ചാനലിലൂടെ മുൻപ് വെളിപ്പെടുത്തിയെന്നും മറ്റൊരു വീഡിയോയിൽ കിളിരൂർ കവിയൂർ പീഡന കേസുകളിലെ കൊല്ലപ്പെട്ട ഇരകളുടെ പേരും അവരുടെ മാതാപിതാക്കളുടെ വിവരങ്ങളും പറയുന്നു എന്നുമാണ് പരാതിയിൽ ഉള്ളത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ ആണ് തുടരുന്നത്. ഡാൻ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആൾ കൂടിയാണ് ശ്രീലേഖ. അങ്ങനെയുള്ള വ്യക്തിക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള സ്വകാര്യതയെക്കുറിച്ച് ധാരണയില്ലാതെ പോവുകയാണോ? എന്താണ് ഈ കേസിന്റെ ഉള്ളടക്കം? 4 വർഷം മുമ്പ് നടന്ന ഒരു യൂട്യൂബ് വീഡിയോയുമായി ബന്ധപ്പെട്ടാണ്, അതായത് സസ്നേഹം ശ്രീലേഖ എന്ന പേരിൽ മുൻ DGP ആർ ശ്രീലേഖയുടെ പേരിലുള്ള യൂട്യൂബ് ചാനലിൽ 2022 ഓഗസ്റ്റ് മാസം 14-ാം തീയതി, അതായത് അവരുടെ 80ാമത്തെ എപ്പിസോഡിൽ സംപ്രേഷണം ചെയ്ത ഒരു യൂട്യൂബ് വീഡിയോയിലാണ് കിളിരൂർ കവിയൂർ കേസുകളിലെ ഇരകളെക്കുറിച്ച് പരാമർശിക്കുന്നതെന്നാണ് ഈ പരാതിയിൽ എടുത്തു പറയുന്നത്. ഇരകളുടെ വിലാസവും അവരുടെ പേര് എന്താണ്, അവരെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഈ യൂട്യൂബ് വീഡിയോയിൽ സംപ്രേഷണം ചെയ്തു. അത് പൊതുജന മധ്യത്തിലേക്ക് എത്തിച്ചുവെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിന്റെ ഭാഗമായുള്ള ഒരു ജയചന്ദ്രനാണ് ഇതുമായി ബന്ധപ്പെട്ട് വഞ്ചിയൂർ കോടതിയിൽ ഒരു പരാതി നൽകിയത്. വഞ്ചിയൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3-ലാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത്. കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാഥമികമായ നടപടിക്രമങ്ങളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. നിലവിൽ ഭാരതീയ ന്യായ സംഹിതയിലെ 72ാമത്തെ വകുപ്പും അതോടൊപ്പം പോക്സോ വകുപ്പുകളും ചുമത്തിക്കൊണ്ടാണ് മുൻ DGP കൂടിയായ ആർ ശ്രീലേഖയ്ക്കെതിരെ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്ന് ആർ ശ്രീലേഖ സ്ഥാനാർത്ഥിയായേക്കും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുന്നതിനിടയിലാണ് അവരെ ഒരു നിയമക്കുരുക്കിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള ഒരു നടപടി ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് സ്വമേധയാ ഈ കേസെടുക്കാൻ നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഉത്തരവിലൂടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആ ശ്രീലേഖയുടെ ഭാഗത്ത് നിന്ന് അന്വേഷണ സംഘം വൈകാതെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്തുമെന്നാണ് സൂചന. യെസ്, വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ആണ് എന്തായാലും നടക്കുന്നത്. പ്രത്യേകിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയായിരുന്ന BJPയുടെ കൗൺസിൽ കൂടിയായിട്ടുള്ള ശ്രീലേഖയാണ് ഇത്തരത്തിൽ ഇരകളുടെ മേൽവിലാസം അല്ലെങ്കിൽ അവരുടെ സ്വകാര്യതയെ ലംഘിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. അതിനെതിരെ നൽകിയിട്ടുള്ള പരാതിയിന്മേലാണ് ഇപ്പോൾ പോലീസ് നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.